ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്ലൗഡ് മിനി നോട്ട്ബുക്കാണ്. അത് വേഗം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതായത് ക്ലൗഡിൻ്റെ ഷേപ്പിൽ ഒരു മിനി നോട്ട്ബുക്ക്. അത് ഉണ്ടാക്കാൻ വേണ്ടി കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എത്രയും എടുക്കാം. പിന്നെ അതിൻ്റെ ഷേപ്പ് ഞാൻ നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണക്കായിട്ടാണ് ഞാൻ കട്ടാക്കാൻ പോകുന്നത്. സിമ്പിളാണ്, ഈസിയാണ്, ആർക്കും വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പം അത് എന്താണ് നമ്മളെ കയ്യിലില്ല സാധനം വെച്ചിട്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കുന്നു. കളർ പേപ്പർ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ആക്കി. ഇപ്പോൾ സാധാരണ വൈറ്റ് പേപ്പറിലാണ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ A4 സൈസ് പേപ്പറിൻ്റെ അകത്ത് അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അത് ഫോൾഡ് ചെയ്യുക. പിന്നെ രണ്ടായിട്ട് ഇങ്ങനെ നറുക്കേ കൂടെ മടക്കുക. എന്നിട്ട് ആ ഷേപ്പ് വെച്ചിട്ട് ആ ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക വേണ്ടേ എല്ലാ കളറും. ഇപ്പം ഞാനിപ്പോൾ മടക്കിയിട്ടുണ്ട് പേപ്പർ. അതിങ്ങനെ കട്ടായിട്ട് ഇങ്ങനെ കത്രികനെ കൊണ്ട് ഇങ്ങനെ മുറിക്കുക ഈ ഷേപ്പിൽ. അപ്പോൾ എല്ലാ പേപ്പറും ഇതുപോലെ കട്ടാക്കിയിട്ട് നിൽക്കണം. അതാണ് വേണ്ടത്. അപ്പം നമുക്കിത് ഫുൾ കട്ടാക്കിയിട്ട് കാണാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാ പേപ്പറും ഇത് അതേ സൈസിൽ ഒരേ ഇതിൽ കട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനൊരു എന്നാണ് വേണ്ടത്, ഇതിനൊന്ന് സെറ്റാക്കണം. അതിന് ഈ ഒരു കവറ് വേണം, കവറ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുട്ടീൻ്റെ ഒരു ബോക്സാണ്, കുട്ടി കുപ്പായത്തിൻ്റെ ബോക്സ്. അത് പണ്ടത്തെ എൻ്റെ മോന് കിട്ടിയ ബോക്സാണിത്. ഡ്രസ്സ് അവൾ ഗിഫ്റ്റ് തരുമല്ലോ, ആ ബോക്സിൻ്റെ ആ നടുക്കത്തെ ഭാഗം നമുക്ക് വേണ്ടു. അപ്പം അതേ ഷേപ്പിൽ ആ ബോക്സിൻ്റെ രണ്ടെണ്ണം കട്ട് ചെയ്യണം. അതന്നെ സെയിം. അപ്പം ഫ്രണ്ടും ബാക്കും നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് അത് രണ്ടും അതിൻ്റെ മേലും അടിയിലും വെച്ച് കൊടുക്കണം. ആ ഷേപ്പിൻ്റെ ഈ 3 ഷേപ്പിൻ്റെ മേലും അടിയിലും വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒട്ടിക്കാനല്ല പോകുന്നത്. ഇതിങ്ങനെ പഞ്ചിങ് മെഷീൻ തോട്ടയാക്കുന്നത്, അതിനെ തോട്ടയാക്കിയിട്ട് നൂലിട്ടിട്ട് കെട്ടുകയെന്ന് ചെയ്യുക. ടോയിനിട്ട് കെട്ടുക ചെയ്യാന്ന്. അപ്പോൾ പഞ്ചിങ് മെഷീൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡ് തോട്ടയാക്കുക. അപ്പോൾ ഇതേപോലെ 2 സൈഡ് തോട്ടയാക്കിയിട്ടാകുമ്പം ആണ് നമ്മൾ പിന്നെ ഇത് എല്ലാത്തിനും തോട്ടയാക്കണം. ഇതേപോലെ 2 എണ്ണം. എന്നിട്ടാണ് നമ്മൾ നൂലിനെ കൊണ്ട് കെട്ടുന്നത്. അപ്പോൾ ഓരോന്നിനും ഇങ്ങനെ അളവെടുത്ത് ഇതാക്കുക, തോട്ടയാക്കിയിട്ട് ഇതാക്കുക. അപ്പം നമുക്ക് എല്ലാം തോട്ടയാക്കിയിട്ടാകുമ്പം കാണാം. ഇത് വെരി ഈസിയാണ്. ഇപ്പം ഇടയ്ക്ക് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കാം. ചരനും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോന്നും ഞാൻ തോട്ടയാക്കിയിട്ടാകുമ്പോൾ ഇത്രയും തോട്ടയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നൂലിൽ കെട്ടുക വേണ്ടത്. ഞാനിപ്പം എടുത്തത് വൂളൻ ത്രെഡാണ്. നമ്മളെ കൈമിൽ ഇഷ്ടംപോലെ സ്റ്റോക്കുള്ള സാധനമാണ് ഈ വൂളൻ ത്രെഡ്. വേറെ ടോയിനൊന്നുമില്ല. ഇതാണ് നമ്മൾ കെട്ടുന്നത് ഈ തോട്ടയിലേക്ക് ഇട്ടിട്ട്. അപ്പോൾ അതിങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് ഭംഗി കൂട്ടാൻ കുറച്ച് ഡെക്കറേഷൻസ് കാണും. ആ ഡെക്കറേഷൻസാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതൊരു പേജായിട്ട് ഇങ്ങനെ കുറച്ച് അധികം ടൈറ്റ് ആക്കണ്ട. നമുക്കിങ്ങനെ മറിക്കാൻ വേണ്ടി ഇതുണ്ടാവും, മറിക്കാൻ കഴിയില്ല. കുറച്ച് ടൈറ്റ് വേണം, എന്നാലും അങ്ങനെ ടൈറ്റ് വേണ്ട. ഒരു ബുക്കല്ലേ, ബുക്കാകുമ്പോൾ നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് അതിൻ്റെ പേജ് ഇങ്ങനെ മറിക്കുമ്പോൾ എങ്ങനെയായിരിക്കുന്നത്. അപ്പോൾ ഒരു സർക്കിളിൽ ഒരു യെല്ലോ കളർ പേപ്പറിൽ ഒരു സ്മൈലിനെ വരച്ചിട്ടുണ്ട്. അവിടെ മുകളിൽ ക്ലൗഡ് മിനി നോട്ട്ബുക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അതിനെ അതിനെ
ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സ്കെച്ച് പെന്നെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് ക്ലൗഡ് മിനി നോട്ട് ബുക്ക്. അപ്പം ഇത് അടിപൊളിയാക്കിയിട്ട് ഇതാ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ടും ബാക്കും, ഫ്രണ്ട് അതിൻ്റെ ബാക്ക് ഭാഗം. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എന്നെ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.